അപ്പം നമുക്കിന്ന് കൂർക്കലും ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ടുള്ളൊരു മസാലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കൂർക്കൽ വൃത്തിയാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇത് ഞാൻ കൂർക്കലൊക്കെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കൂടെ ഒരു തക്കാളിയും ഒരു ചെറിയ സവോളയും കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടെ അരിഞ്ഞ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കുക്കറിൽ വെച്ച് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് അങ്ങ് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഉടച്ചു. അപ്പം കറി ഒന്ന് കുറുകിയ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്നും കൂടെ നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു ചീഞ്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാലയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ വേണ്ടുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിയിൽ ഞാൻ അത്യാവശ്യം കറിവേപ്പില ഇട്ടിട്ടുണ്ട്, എന്നാലും ഇതിൽ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കൂർക്കൽ ഉരുളക്കിഴങ്ങുള്ള മസാലക്കറി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.